വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്കിനി അധികം വൈകണ്ട വീഡിയോയിലോട്ടേക്ക് പോകാം. വട്ടയപ്പം ചെയ്യാനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് അപ്പത്തിൻ്റെ മാവാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ അപ്പത്തിൻ്റെ മാവാണിത്. നിങ്ങൾക്ക് റെഡിമെയ്ഡും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലുള്ളത് തന്നെ യൂസ് ചെയ്യാം. ഞാനിനി ഇതിലേക്ക് ഒരല്പം സോഡാപ്പൊടിയാണ് ഇടുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ഇടുന്നുണ്ട്, ജസ്റ്റ് ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഇനി ഞാൻ ഇതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. ഈ മാവിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 3-4 മണിക്കൂർ ഇതിനെ ഒന്ന് പുളിക്കാനായിട്ട് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മാവിനെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാവൊന്ന് പുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം വെക്കണ്ട. വട്ടയപ്പത്തിൽ ഒരു ചെറിയ പുളി കാണും കഴിക്കുമ്പോഴേക്കും. ഇനി ഞാൻ ഒരു സാധാരണ സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് എണ്ണയൊന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മാവിനെ ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് നട്ട്സ് ഇടുന്നുണ്ട്. നിങ്ങൾക്കും നട്ട്സ് ഇടുന്നെങ്കിൽ ഇടാം, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാം. ചെറിയൊക്കെ വെക്കാൻ വേണമെങ്കിൽ നമുക്കിതിൻ്റെ പേരിൽ, ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ സാധാരണ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലിൽ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് നമ്മുടെ മാവ് ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. ഇതിനെ ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അടച്ച് വെച്ച്. ഇപ്പോൾ അതേ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു പപ്പടം കുത്തിയോ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഇട്ട് ഇതിനൊന്ന് കുത്തി നോക്കുക. ഒട്ടി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇപ്പോൾ എനിക്ക് ഒട്ടിയൊന്നും വന്നിട്ടില്ല, സോ ഞാനിതിനെ വെളിയെടുക്കുന്നു. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ് ഈ വട്ടയപ്പം. ഞാനിനി ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ എന്ത് സോഫ്റ്റാണ്, കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് നല്ല ഇതായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്